السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ തുടർച്ചയെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ. ഇസ്ലാമികമായി കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഇജ്മാ, ഖിയാസ് തുടങ്ങിയ പ്രമാണങ്ങളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇവിടെ ഈ നാല് ഭിന്നാഭിപ്രായങ്ങൾ പാടില്ല എന്നും മദ്ഹബുകളൊക്കെ നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണമെന്നുമുള്ള വാദം ആധുനിക കാലത്ത് മുഴങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെയും മദ്ഹബ് നിഷേധത്തിന്റെ വഹാബിസ്റ്റ് ആശയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് പല രീതിയിലുമുണ്ട്. അതൊക്കെ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഇരിക്കെ അതിനെ സ്വഹാബാക്കൾക്കും ശേഷം വന്ന ഉലമാക്കൾക്കുമൊക്കെ കൈമാറി വന്ന് ഒരു വൈജ്ഞാനിക പാരമ്പര്യത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനായിസ് ആണ്. ജനായിസ് എന്ന വിഷയത്തിൽ ലോകത്ത് നിലവിലുള്ള 4 മദ്ഹബുകളിൽ അവരുടെ മദ്ഹബുകളിൽ പ്രബലമായ അഭിപ്രായങ്ങളെ പറഞ്ഞു പോകുക എന്നതാണ്. ആളുകൾക്കിടയിൽ 4 മദ്ഹബുകൾ ഉണ്ടെന്നും അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നും അതിൽ ഒരു മദ്ഹബിലേക്ക് തഖ്ലീദ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. തഖ്ലീദിന്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ നമുക്ക് മുമ്പിൽ ഹനഫി, മാലികി, ഷാഫിഈ, ഹംബലി ഈ 4 മദ്ഹബുകളെ പ്രതിനിധീകരിച്ച് ഓരോ പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ട്. അവരോട് ചോദ്യങ്ങളും അവരുടെ മദ്ഹബിലെ വീക്ഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ജനായിസിൽ എന്തുകൊണ്ടും പ്രസക്തമേറിയ ഒരു ചോദ്യമാണ് ആദ്യമായി ചോദിക്കുന്നത്. മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിന്റെ വിധി എന്താണ്? ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ? നമ്മുടെ മസ്ഹബിൽ, അതായത് ഹനഫി മസ്ഹബിൽ, മയ്യത്ത് നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഓതുകയാണെങ്കിൽ തഹരീമിന്റെ ഖറാഅത്താണ്. അതേസമയം ആ മയ്യത്ത് നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ ആ മയ്യത്തിനുള്ള ഒരു ദുആ ആണ് എന്ന രൂപത്തിൽ ഓതിയാൽ അത് ജായിസാണ്. ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? നമ്മുടെ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം മാലിക്കി മദ്ഹബിൽ സാധാരണ നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണെങ്കിലും ജനാസ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത് തൻസീഹിന്റെ ഖറാഅത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം തഹരീമിന്റെ ഖറാഅത്തും മാലിക്കി മദ്ഹബ് പ്രകാരം തൻസീഹിന്റെ ഖറാഅത്തുമാണ് വരുന്നതല്ലേ? ഷാഫി മദ്ഹബ് എന്ത് ചർച്ച ചെയ്യുന്നു? ഷാഫി മദ്ഹബിൽ ജനാസ നിസ്കാരത്തിന്റെ റുക്കുകളിൽപ്പെട്ട ഒരു റുക്കിനാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. ആ ഫാത്തിഹ തന്നെ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഓതലാണ് ഏറ്റവും നല്ലത്. എങ്കിലും മറ്റു തക്ബീറുകൾക്ക് ശേഷം ഫാത്തിഹ ഓതൽ ജായിസാണ്. അപ്പോൾ മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെ ഫാത്തിഹ ഇവിടെ അനുവദനീയമാണ്, റുക്ന് തന്നെയാണ്. എന്താണ് ഹംബലി മദ്ഹബ് വീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് ഹംബലി മദ്ഹബിലും ഫാത്തിഹ മയ്യത്ത് നിസ്കാരത്തിന്റെ റുക്കനുകളിൽ പെട്ടതാണ്. എങ്കിലും ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ ആവണം എന്നുള്ളതാണ്. മറ്റു തക്ബീറുകൾക്ക് ശേഷമാവൽ കറാഹത്താണ്. അപ്പോൾ ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും ഈ വിഷയത്തിൽ ഏകദേശം യോജിക്കുന്നു. വ്യത്യാസം എവിടെ ഓതണമെന്ന കാര്യത്തിൽ മാത്രമാണെന്ന് സാരം. ഇനി നമുക്ക് ചോദിക്കാം, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കാറുണ്ട്. തൽഖീൻ എപ്പോഴാണ് ചൊല്ലിക്കൊടുക്കേണ്ടതെന്ന വിഷയത്തിൽ എന്താണ് ഹനഫി മദ്ഹബ് അഭിപ്രായപ്പെടുന്നത്? നമ്മുടെ ഇമാമായ ഹനഫി ഇമാമിന് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അംറുൻ നഹി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ഇമാമ് തവഖുഫാണ്.
അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകമായ ഒരു അഭിപ്രായം പറയുന്നില്ല എന്നാണ്. മാലിക്കി മദ്ഹബിൽ നമ്മുടെ മാലിക്കി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടതിന് ശേഷം തൽക്കീന് ചൊല്ലിക്കൊടുക്കൽ അത് കറാഹത്തായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ മദ്ഹബിൽ അത് തൽക്കീന് ഷഹാദത്ത് എന്നായിട്ടാണ് കാണുന്നത്. അതായത് ഒരാൾ മരണമാസന്നമാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി തൽക്കീന് ചൊല്ലിക്കൊടുക്കലാണ് സുന്നത്തുള്ളത്. അപ്പോൾ ഇവിടെ തൽക്കീനിനെ കുറിച്ച് യാതൊരു അഭിപ്രായവും പറയുന്നില്ല. ഇവിടെ തൽക്കീനിനെ ഒരു മരണശേഷം തൽക്കീൻ ചെല്ലൽ കറാഹത്തായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിന്റെ നിലപാട് നമുക്കറിയാം. ഷാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണ് അയാൾക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുള്ളത്. എന്താണ് ഹംബലി മദ്ഹബ് അഭിപ്രായപ്പെടുന്നത്? ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ ഹംബലി മദ്ഹബും അഭിപ്രായപ്പെടുന്നത്. മരണത്തിന് ശേഷം തന്നെ തൽക്കീൻ ചൊല്ലിക്കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും ചില വിഷയങ്ങളിൽ യോജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. ഖബറിന്റെ ആഴം. ഒരു ഖബർ എത്രത്തോളം ആഴത്തിൽ ഉണ്ടായിരിക്കണം? പല മദ്ഹബുകളും ലോകത്ത് പല വീക്ഷണങ്ങളിലായി നിലകൊള്ളുന്നുണ്ട്. എന്താണ് ഓരോ മദ്ഹബിന്റെയും വീക്ഷണം? ഹനഫി മദ്ഹബ് തന്നെ പറയട്ടെ. നമ്മുടെ മസ്ഹബിൽ ഖബറിന്റെ ആഴത്തെ 2 രൂപത്തിലാണ് തരംതിരിക്കുന്നുള്ളത്. ഒന്ന് ഏറ്റവും കുറഞ്ഞതും കൂടുതൽ എന്ന രീതിയിൽ. ഏറ്റവും കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ സമനിലക്കാരനായ ഒരാളുടെ പകടയാത്രയാണ് ഏറ്റവും കുറഞ്ഞത്. അതിനേക്കാൾ കൂടുതലായാൽ സുന്നത്താണ്. എന്താണ് മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം? മാലിക്കി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്തിനെ ആ മയ്യത്ത് ദ്രവിച്ചപ്പോൾ അതിന്റെ വാസനയില്ലാതെ അതിനെ മറമാടലാണ് ഖബറിന്റെ രൂപം. ഖബറിൽ ലഹദ്, ഷക്ക് എന്നീ 2 രൂപമുണ്ടെങ്കിലും മാലിക്കി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ലഹദ് രൂപത്തിലേക്കാണ് മുൻഗണന കൂടുതലായി കാണിക്കുന്നത്. വന്യമൃഗങ്ങളെയോ മറ്റു ജീവികളെയോ ഭയമില്ലാത്ത രൂപത്തിലാണ് കുഴി കുഴിക്കേണ്ടത്. അപ്പോൾ വ്യക്തമായ ഒരു ആഴം പറയുന്നില്ല. വാസനയും വന്യമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷയും ഇതാണ് മാനദണ്ഡമായി കണക്കാക്കുന്നത്. ലഹദ്, ഷഹ് രണ്ട് രൂപത്തിലുള്ള ഖബറിന്റെ വ്യത്യസ്ത രീതികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം. ഷാഫിഈ മദ്ഹബിൽ സമനിലക്കാരനായ ഒരാൾ കൈ ഉയർത്താൽ എത്ര അളവുണ്ടാകുമോ ആ ഒരു അളവിൽ ഖബർ കുഴിക്കലാണ് സുന്നത്ത് ഉള്ളത്. എന്താണ് ഹംബലി മദ്ഹബ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്? ഒരാൾ മരണപ്പെട്ടാൽ പ്രത്യേകമായൊരു കുഴിയുടെ ആഴം ഹംബലി മദ്ഹബ് പ്രകാരം പറയുന്നില്ല. മറിച്ച് വന്യജീവികൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത, മയ്യത്തിന്റെ വാസന പുറത്ത് എത്താത്ത വിധമുള്ള കുഴി ആവാം എന്നാണ് ഹംബലി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തിൽ ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും ഏകദേശം ഒരുപോലെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഖബറിന്റെ മുകളിൽ വല്ലതും എഴുതാമോ? നമ്മളൊക്കെ നമ്മുടെ പള്ളികളുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ ഖബറിന് മുകളിൽ എഴുതി കാണാറുണ്ട്. ചില ആളുകൾ പറയും അതൊന്നും വായിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണ് ഈ വിഷയത്തിൽ 4 മദ്ഹബുകളും സ്വീകരിച്ച നിലപാട്? നമുക്ക് നോക്കാം. ഖബറിന്റെ മുകളിൽ വല്ലതും എഴുതാൻ പറ്റുമോ? ഹനഫി മദ്ഹബ് പറയട്ടെ. നമ്മുടെ മസ്ഹബിൽ ഖബറിന്റെ മുകളിൽ വല്ലതും എഴുതൽ തഹരീമിന്റെ ഖറാഅത്താണ്. പക്ഷേ അസറ് നഷ്ടപ്പെടും, അഥവാ ഖബർ ആരതാണെന്ന് തിരിച്ചറിയാണ്ടായാൽ അവിടെ ജായിസാണ്. വളരെ നല്ലൊരു വീക്ഷണമാണ് ഇത്. എന്താണ് മാലിക്കി മദ്ഹബ്? മാലിക്കി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ മുകളിലോ അരികിലോ ഖുർആൻ പോലോത്തത് എഴുതൽ തികച്ചും ഹറാമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പേര്, തീയതികള് എന്നിങ്ങനെ എഴുതുന്നത് കറാഹത്താണ്. അപ്പോൾ ഇവിടെ അസ്ല് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അത് ജായിസാണെന്നും ഇവിടെ അത് കറാഹത്താണെന്നുമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരവും മാലിക്കി മദ്ഹബ് പ്രകാരവും ഖബറിന്റെ മുകളിൽ 2 നിലപാട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഷാഫി മദ്ഹബ് പറയട്ടെ. എന്താണ് ഷാഫി ഇമാം ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്? ഷാഫിഈ മദ്ഹബ് പ്രകാരം മരിച്ചത് ആലിമീങ്ങളോ സ്വാലിഹീങ്ങളോ ആണെങ്കിൽ
അവരെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് വല്ലതും എഴുതി വെക്കൽ സുന്നത്താണ്. പക്ഷേ ആലിമ്യങ്ങളല്ലാത്ത സാധാരണക്കാരനാണെങ്കിൽ അവിടെ എഴുതി വെക്കൽ കറാഹത്താണ്. ഷാഫി മദ്ഹബിന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കി. മരിച്ചത് ആലിമാണെങ്കിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കത് എഴുതാം. അപ്പോൾ ഷാഫി മദ്ഹബിൽ ആലിമ്യങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. എന്താണ് ഹംബലി മദ്ഹബ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്? ഷാഫി മദ്ഹബിൽ നിന്ന് ചെറുതായി എതിരായിക്കൊണ്ട് ആലിമായാലും സ്വാലിഹീങ്ങളായാലും മുത്തലഖൻ നിരുപാധികം ഖബറിന് മുകളിൽ വല്ലതും എഴുതൽ കറാഹത്താണ് എന്നാണ് മദ്ഹബിന്റെ പ്രബലമായ വീക്ഷണം. അപ്പോൾ ഹംബലി മദ്ഹബ് പറയുന്നത്, മദ്ഹബിന്റെ പ്രബലമായ വീക്ഷണം ഇവിടെ മുത്തലഖൻ കറാഹത്താണെന്നാണ്. നമ്മൾ 4 മദ്ഹബിന്റെയും 4 രൂപത്തിലുള്ള വീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് 4ൽ നിന്ന് ഏതും നമുക്ക് തഖ്ലീദ് ചെയ്തെടുക്കാം. നമുക്ക് ഏതാണോ അനുയോജ്യമായി തോന്നുന്നത് അത് തഖ്ലീദ് ചെയ്തെടുക്കാം. തഖ്ലീദിന്റെ പ്രസക്തി നഷ്ടമാകുന്ന ഈ കാലഘട്ടത്തിൽ തഖ്ലീദ് എങ്ങനെയാവണം, അവ ഏതൊക്കെ രീതിയിലാവണമെന്ന് മറ്റൊരു ചർച്ച നമുക്ക് ഉടനെ സംഘടിപ്പിക്കാം. എങ്കിലും തഖ്ലീദിന്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ അവ 4 മദ്ഹബുകളിലേക്ക് ചുരുക്കണമെന്ന് നാം എല്ലാവരോടും ആഹ്വാനം ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ യോഗം വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.